പനിയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നതാണ് മൂലക്കയത്ത്. അച്ഛനും അമ്മയൊക്കെ പനിയായിട്ട് കിടക്കണം. അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ലൈവിലിരിക്കുമ്പോൾ പറയില്ലേ തടി വെട്ടിയ കാര്യമൊക്കെ എൻ്റെ പറമ്പിലേയും. അപ്പോൾ അതൊന്ന് കാണാമെന്നൊക്കെ ആർക്ക് കയറി വന്നതാണ്. അതായത് കണ്ടോ, അങ്ങേക്കര കാണുന്നുണ്ടോ? അതിനിടയ്ക്കൂടെ ഒരു പമ്പയാറ് ഒഴുകുന്നതുണ്ട്. പക്ഷെ ഇത്രയും അകലെ നിന്നിട്ട് ഇത് കിട്ടത്തില്ല. അല്ലേ മൊബൈലിൽ എടുക്കുന്നതല്ലേ. അയ്യോ, പനി ചങ്ങേറ്റം പറ്റുന്നു, കാണാൻ പറ്റുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലേ, ആറൊഴുകുന്ന കാണാൻ പറ്റുന്നുണ്ട്. കുറേ അകലെയാണ്. ഞാൻ അതിൻ്റെ നേരെ ഇങ്ങേക്കര നിന്നിട്ട് ഈ വീഡിയോ എടുക്കണത്. കിസ്മം ഗവൺമെൻറ് HSൻ്റെയൊക്കെ നേരെ ഇങ്ങേക്ക്. ശകലം അവിടെ കാണാമല്ലേ പമ്പയാറിൻ്റെ. കണ്ടോ, മഴ കുറഞ്ഞപ്പം എല്ലാം ഭയങ്കര വെയിലാണ്. അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ഇപ്പം 1 മണിയായ സമയം. കണ്ടോ, നോക്കട്ടെ. തടി വെട്ടി ഇട്ടേക്കുന്നതുകൊണ്ട് മൊത്തം ചപ്പും. കണ്ടോ, കാണുന്ന പ്രദേശം പമ്പയാറും അതിനങ്ങേക്കരയാണ്. മൂലക്കെ അക്കരയാണ്. ആ ഭാഗം കാണുന്നത് ഏഞ്ചൽ വാലിയുടെ സ്ഥലം. പഴയകാല ഓർമ്മ ആറൊക്കെ കണ്ടപ്പോൾ. കാരണം അവിടെയൊക്കെ പോയി കുളിച്ചൊക്കെ നീന്ത് പഠിച്ചതും ചെറുപ്പത്തിലാണ്. അപ്പോൾ 10-22 വർഷമായി ആറ്റിലൊക്കെ പോയി കുളിച്ചിട്ട്. കണ്ടോ, റബ്ബർ വെട്ടിക്കിടക്കുന്നത്. ഇനിയും വേണം ഇതിനകത്ത് പണിതിട്ട് വേണം കൊക്കോയും. റബ്ബർ വയ്ക്കണില്ല, കൊക്കോയും കവുങ്ങും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. എത്ര ആളിൻ്റെ പണി എടുത്താൽ ഇത് തീരുമെന്നറിയില്ല. 70 മൂട് കൊക്കോ ഉണ്ടായിരുന്നു. തടി വെട്ടിയപ്പോഴത്തേക്ക് അതെല്ലാം പോയി. അതെല്ലാം പോയിട്ട് പെയ്യാണ്ടത്തെ കൊക്കോ വെയ്യൊക്കെ കഴിഞ്ഞു. കാരണം മഴയുടെ കഴിഞ്ഞല്ലോ. കുറച്ച് താഴത്തേക്ക് നോക്കിയേ, കണ്ടാൽ ഉരുൾ പൊട്ടിയതുപോലെ കണ്ടോ. മറ്റേ ട്രാക്ടറിന് വീടിൻ്റെ മുറ്റത്തിട്ട് തടി വലിച്ചതാണ്. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, കണ്ടോ. ഇതൊക്കെയാണ് ശബരിമലയും പരിസര പ്രദേശങ്ങളും. ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു ശബരിമലയുടെ. ഇത് ഞാൻ ജനിച്ച് വളർന്ന 22 വർഷം, 22 വയസ്സ് വരെ, 22 അല്ല 21 വർഷം, 21 വയസ്സ് വരെ എൻ്റെ താമസ വീടും പരിസരങ്ങളും. എല്ലാവർക്കും പനി. എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് താമസിക്കുന്നത്. അവർക്കും പനി വയ്യാഴികയൊക്കെയാണ്. വന്ന് ഇത്തിരി ജോലിയൊക്കെ ചെയ്ത് കൊടുത്തു. എനിക്കും വയ്യെങ്കിലും നമ്മളാലാവുന്നതൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഇങ്ങനെ വന്ന് ഓണക്കോടിയൊക്കെ കൊണ്ട് കൊടുത്ത്. എല്ലാം ഈ കാണുന്ന വനമൊക്കെ ശബരിമലയുടെ ഒരു ഭാഗം ഒക്കെയാണ്. ഇനി കാണിച്ചതൊക്കെ ഒരു വനം വന്നാൽ എൻ്റെ വീടിൻ്റെ നേരെ അങ്ങേക്കരയായിട്ട്
കുറേ മുകളിൽ അയക്കി നിൽക്കുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ പറമ്പുകൾ കേട്ടോ. എൻ്റെ പുറമെ തൊട്ടപ്പുറത്തെ സ്ഥലങ്ങൾ കണ്ടോ, എല്ലായിടത്തും റബ്ബർ. ഇതുണ്ട് അടുത്ത പറമ്പിലെ കൊക്കോയ. അവരെ റബ്ബറിനിടയ്ക്കൂടെ കൊക്കോ വെച്ചേക്കുന്നുണ്ടോ. ഞാൻ റബ്ബർ വയ്ക്കുന്നില്ല, ഇതുപോലെ കൊക്കോ മാത്രം. ഇത്രയടി അകലത്തിൽ കൊക്കോ മാത്രം വയ്ക്കണം. കൊക്കോയും കവുങ്ങും പഴുക്കാണേലും പിറക്കാവല്ലോ. ഓക്കെ, ഇതിൽ കൂടുതൽ വീഡിയോ ആയാലും ആരും